പിന്നീട് വീണ്ടും വേദക്കാരുടെ ഇടയിലേക്ക് പോവുകയാണ്. അതെന്തിനാന്ന് ചോദിച്ചാൽ അത് നമ്മളോട് അള്ളാഹു വീണ്ടും ഓർപ്പിക്കാനാണ്. നേരത്തെ ജൂതന്മാരെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്ത്യാനികളെക്കുറിച്ച് പറഞ്ഞു, വീണ്ടും നമ്മളെ ഓർപ്പിച്ചു, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് പിന്നെ പറയുന്നത്. 41-ാമത്തെ വചനം യാ അയ്യുഹർ റസൂൽ എന്ന് പറഞ്ഞുകൊണ്ട്, യാ അയ്യുഹർ റസൂൽ ലാ യഹ്സുൻക അല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലു ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഅ്മിൻ ഖുലൂബുഹും. നബിയെ, സത്യനിഷേധത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നവർ നിനക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ. എന്നുവെച്ചാൽ അവർ എന്ത് തന്നെയായിട്ടും വിശ്വസിക്കണില്ലല്ലോ. അവർ മനസ്സിൽ വിശ്വാസം കിടക്കാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വായ കൊണ്ട് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ വമിനല്ലദീന ഹാദു എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞ മുനാഫിക്കുകളാണ്. പിന്നെ വമിനല്ലദീന ഹാദു ജൂതന്മാരുണ്ട്. അവരൊക്കെ സമ്മാഊന ലിൽ കദിബ് എന്നാണ് അവർ പറഞ്ഞത്. സമ്മാഊന ലിൽ കദിബ്, അവർ കളവിന് ചെവിയോർക്കുന്നവരാണ്. കളവിന് ചെവിയോർക്കുന്നവരാണ്. എന്നിട്ട് കുറച്ചുകൂടി ശക്തമായ ഭാഷ പിന്നെ പറയുന്നത് അടുത്ത വചനത്തിൽ സമ്മാഊന ലിൽ കദിബ് എന്നും കൂടി. സമ്മാഊന ലിൽ കദിബ് അക്കാലൂന ലിസ്സുഹ്ത്, ഭയങ്കര വാക്കുകളാണ്. കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരാണ്. അതുപോലെ സുഹ്ത്ത് അഥവാ നിഷിദ്ധമായ സമ്പാദ്യം ധാരാളമായി തിന്നുന്നവർ. അക്കാൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തിന്നലല്ല, അതെന്നെ തിന്നാം. മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവരുടെ സ്വഭാവം. അതുകൊണ്ട് നബിയെ, നിങ്ങളതിൽ ലാ യഹ്സുൻക, താങ്കൾക്ക് ദുഃഖം തോന്നേണ്ടതില്ല, ഇവരുടെ സ്വഭാവം ഇതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. എന്നിട്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ നബിയെ, നിങ്ങൾ ചെയ്യേണ്ടത് ഫഹ്കും ഫഇൻ ജാഊക ഫഹ്കും ബൈനഹും ഔ അഅ്രിദ് അൻഹും, രണ്ടെണ്ണം ചെയ്യാം. അവർ നിങ്ങളുടെ അടുത്ത് വന്നാൽ നബിയെ, നിങ്ങൾക്ക് അവർക്കിടയിൽ വിധി കൽപ്പിക്കാം, തീർപ്പ് കൽപ്പിക്കാം, എൻ്റെ വിഷയങ്ങളായിട്ട് വന്നാലേ, അല്ലെങ്കിൽ അവഗണിച്ച് കളയുകയും ചെയ്യാം. രണ്ടും ചെയ്യാം. വഇൻ തുഅ്രിദ് അൻഹും ഫലൻ യദുറുക ശൈഅ, അവരെ അവഗണിച്ച ഒരു പ്രയാസവും വരാനില്ല. കാരണം അവർ അത്രമാത്രം മോശമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ ഹുക്മ് നടത്തുകയാണെങ്കിലോ വൈൻ ഹക്കംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, കാരണം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അഥവാ അവരുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ നീതിയോടുകൂടി ഇടപെടുക, കാരണം അള്ളാഹു നീതിയോടുകൂടി ഇടപെടുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നീട് തൗറാത്തിനെ കുറിച്ചൊരു വാചകം പറയുന്നുണ്ട്. 44 ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ. തൗറാത്ത് നാമാണ് അവതരിപ്പിച്ചത്. ഇവരുടെ വേദം എന്ന് പറയുന്നത് അതിൽ ഹുദയും നൂറും ഉണ്ടായിരുന്നു. അമ്പിയാക്കന്മാരൊക്കെ അതുകൊണ്ടാണ് പിന്നെ ഹുക്മ് നടത്തിയത്. പക്ഷേ ഇവരങ്ങനെയല്ല, ഈ ആളുകൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് 3 നല്ല പോയിന്റുകൾ പറയുന്നുണ്ട്. അത് 44, 45, 47 വചനങ്ങളിലൂടെയാണ്. ഇവരോട് പ്രത്യേകിച്ച് പറയാണ് വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അതാണ് 44-ാമത്തെ വചനം. അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ കാഫിറുകളാണെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ വലുതാണ് ഞങ്ങളുടെ നിയമം എന്ന് വിചാരിച്ച് അള്ളാഹുവിൻ്റെ നിയമത്തെ ഒഴിവാക്കി വിധി പറയാൻ പാടില്ല, അവൻ കാഫർ. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. 45-ാമത്തെ വചനം അങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. എന്നുവെച്ചാൽ ഇഞ്ചീലിൻ്റെ ആദ്യം ജൂതന്മാരോടാണ് പറഞ്ഞ്, രണ്ടാമത്തെ ഇഞ്ചീലിൻ്റെ ആൾക്കാരോടാണ്. അവരോട് പറഞ്ഞു വൽ യഹ്കും അഹ്ലുൽ ഇഞ്ചീൽ ബിമാ അൻസലല്ലാഹു ഫീഹി, ഇഞ്ചീലിൻ്റെ അനുയായികൾ അള്ളാഹു അതിൽ അവതരിപ്പിച്ചതനുസരിച്ച് വിധി കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. 47-ാമത്തെ വചനത്തിൽ എല്ലാവരോടുമായി പറയും വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പം ആ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 47-ാമത്തെ വചനം പറഞ്ഞിട്ട് ഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ് ധിക്കാരികൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ 45-ൽ ഉലൈക ഹുമുൽ ളാലിമൂൻ എന്ന് പറഞ്ഞ് അവരക്രമികളാണ് എന്ന് പറഞ്ഞു, ചെയ്യാത്തവർ, അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് വിധിക്കാത്തവർ. 47-ാമത്തെ വചനത്തിൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തിൽ കാഫിറൂൻ എന്ന് പറഞ്ഞു. ഒക്കെ ഒന്നാണ്. എല്ലാം ആരാ? വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമമാണ് അവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്, തൗറാത്തിലും ഇഞ്ചീലും ഒക്കെ ഉള്ളത്. അപ്പോൾ തൗറാത്തുകാർ അത് ചെയ്യാത്തതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഫൗലൈക ഹുമുൽ കാഫിറൂൻ,
മറ്റവരോട് പറഞ്ഞു ഫഉലൈക ഹുമുൽ ളാലിമൂൻ എന്ന് പറഞ്ഞു. പിന്നെ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, 3 പദങ്ങൾ ഉപയോഗിച്ചു. ഒന്ന് കാഫറാണ്, ഒന്ന് ലാലിമാണ്, ഒന്ന് ഫാസിഖാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളുള്ള ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നാം പരിഗണിക്കാതെ പോയാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നതാണ്. എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല 48-50 വചനങ്ങൾ, അത് വല്ലാത്തൊരു ഗൗരവമുള്ള വാക്കാണ്. 48-ാമത്തെ വചനം, വ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വ മുഹൈമിനൻ അലൈഹി. നബിയെ, നിങ്ങൾക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതാണത്. മുഹൈമിനൻ അലൈഹിയാണ്. മുഹൈമിനൻ അലൈഹി എന്ന് പറഞ്ഞാൽ അവയെ കാത്ത് രക്ഷിക്കുന്നതും അത്രേ. അത് കാത്ത് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പൂർവ്വവേദങ്ങളുടെ യഥാർത്ഥ ഉള്ളടക്കം എന്താണ് എന്ന് ഖുർആനിലുണ്ട്. ഖുർആൻ അതിനെതിരല്ല. അതുകൊണ്ട് ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, നബിയോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ അവർക്കിടയിൽ വിധി പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഹുക്ം അനുസരിച്ചാണ് വിധി പറയേണ്ടത്. വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്, അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് വിധി പറയരുത്, അത് നമുക്ക് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നത്, ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തെന്ന് ചോദിച്ചാൽ വലൗ ഷാ അല്ലാഹു ലജഅലക്കും ഉമ്മത്തൻ വാഹിദ, ഒറ്റ ഉമ്മത്താക്കാൻ അള്ളാഹുവിന് കഴിയും. പക്ഷേ വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, അത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വാചകമാണ്. വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, എന്തിനാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായത്? എന്തുകൊണ്ടാണ്? അത് അള്ളാഹു നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണ്. നമ്മൾ അംഗീകരിക്കോ ഇല്ലേ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. അതുകൊണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മുൻകടക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. മത്സരം ഉണ്ടാകണം, പക്ഷേ നല്ല കാര്യങ്ങളിൽ മത്സരിക്കണം. മനസ്സിലായില്ലേ? ചീത്ത കാര്യങ്ങളിലല്ല മത്സരം ഉണ്ടാകേണ്ടത്. കാരണം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും തഖ്തലിഫൂൻ. ഇങ്ങനെ പറഞ്ഞ ശേഷം അവസാനം 50-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട് ഇവരോട്, അഫഹുക്മൽ ജാഹിലിയ്യത്തി യബ്ഗൂൻ വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ. ജാഹിലിയത്തിൻ്റെ വിധിയാണോ അവർ തേടുന്നത്? ഇവർക്ക് എന്താ അവരുടെ വേദത്തിൽ ഇറക്കിയത്, പിന്നീട് ഖുർആനിൽ ഇറക്കിയത്, അതൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് ഈ ജാഹിലിയത്തിൻ്റെ വിധിയിലേക്ക് പോകുന്നത്? വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമിൻ യൂഖിനൂൻ എന്നാണ്. ദൃഢവിശ്വാസിയായ ജനങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ നല്ല വിധികർത്താവ് ആരാണുള്ളത്? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അതാണ്. പല ആളുകളും പല ഹുക്കുമുകളുമായി വരും. ഇപ്പോൾ ഇസ്ലാമിനെതിരെയും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്കെതിരെയും ഖുർആൻ്റെ നിയമങ്ങൾക്കെതിരെയും നമ്മൾ കാണേണ്ട പല വിഷയങ്ങളിലും. ഉദാഹരണമാണ് അനന്തരാവകാശ നിയമം. അപ്പം പിന്നെ ഇതിലൊക്കെ അള്ളാഹുവിൻ്റെ നിയമം അതിനേക്കാൾ വലുതാണോ അവരുണ്ടാക്കിയത്? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ബോധ്യമാകും അല്ല എന്നുള്ളത്. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം വലാ ബറായിലേക്ക് വരികയാണ്. അതാണ് 51-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ. അത് വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. ഒരിക്കലും യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാരണവും പറഞ്ഞു അല്ലാഹു, വമൻ യതവല്ലഹും മിൻകും ഫഇന്നഹു മിൻഹും. എന്താ? അതാണ് പ്രശ്നം. അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിച്ചാൽ നമ്മൾ അവരിൽ പെട്ടവരായി പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. അവരുടെ കൾച്ചർ വരും, അവരുടെ മതം വരും, അവരുടെ രീതി വരും. ഇതൊക്കെ ഇപ്പം നമ്മൾ കാണുന്നതാണ്. മുസ്ലിം ഉമ്മത്തിൽ തന്നെ ധാരാളമായി കാണുന്നുണ്ട്. നമ്മൾ ഈ ഇടപഴകൽ അനാവശ്യമായ ഇടപഴകലായി മാറുകയാണ്. മനുഷ്യ സൗഹാർദ്ദം വേണം, പക്ഷേ മതസൗഹാർദ്ദമല്ല. അത് രണ്ടും രണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മനുഷ്യന്മാരുമായിട്ട് നമുക്ക് സൗഹാർദ്ദം പറ്റും, പക്ഷെ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാവും. കാരണം മതങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആശയങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ അതിനോട് നമ്മൾ മിങ്കിൾ ചെയ്യാൻ പോയാലുണ്ടാകുന്ന അവസ്ഥ ഇതാണ്, അവരിൽ പെട്ടുപോകും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അത് ഒരു ഗൗരവമുള്ള വിഷയമായി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇവരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിഷയം എന്നുള്ള നിലക്ക് പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളോട്. അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് പറയുന്ന കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടി കാണണം.
മൻ യർത്തദ്ദ മിൻകും അൻ ദീനിഹി. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ദീനിൽ നിന്ന് മുർത്തദ്ദാകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, അപ്പം അങ്ങനെയാണല്ലോ, ദീനിൽ നിന്ന് തെറ്റിപ്പോകണമെന്ന ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ, ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണില്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ടീമിനെ അള്ളാഹു വേറെ കൊണ്ടുവരും. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ കൊണ്ടാണ് ഈ ദീൻ നിലനിൽക്കുന്നത് എന്ന് നമ്മളാരും വിചാരിക്കണ്ട എന്നർത്ഥം. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ആവശ്യം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെയാണ്. അപ്പോൾ അള്ളാഹു അവരെ ഇഷ്ടപ്പെടും. ഈ ഇഷ്ടം അങ്ങനെയാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകമായ ഒരു രീതി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ധാരാളമായി അള്ളാഹു ആ ഇഷ്ടത്തെക്കുറിച്ച് ഈ സൂറയിൽ പ്രത്യേകിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുകയും വേണം. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് പോകുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറണം എന്നതാണ്. അതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ തയ്യാറല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു അതിന് പറ്റിയ ആളുകളെ അള്ളാഹു കൊണ്ടുവരും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിഭാഗത്തെ അള്ളാഹു കൊണ്ടുവരും. അത് അള്ളാഹു വളരെ കൃത്യമായി ആ ഒരു കാര്യത്തെ വിശദീകരിച്ച് തന്നെ ഇവിടെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഇപ്പോൾ നമ്മൾ ധാരാളമായി കാണുന്ന ഒരു സ്വഭാവം അതാണ് 57-ാമത്തെ വചനത്തിൽ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് അതും പറയുന്നത്, ലാ തത്തഖിദൂ അല്ലദീന ഇത്തഖദൂ ദീനക്കും ഹുസുവൻ വലഇബൻ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. വിശ്വാസികളോട് പറയാണ്, നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടെ മതത്തെ തമാശയും വിനോദവുമാക്കി തീർക്കുന്നവരെയും സത്യനിഷേധികളെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുക. അതും വലായിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ദീനിനെ പരിഹസിക്കുക, കളിയാക്കുക, ആരായാലും അവരെ രണ്ടു കൂട്ടരെയും പറഞ്ഞു. വേദം നൽകപ്പെട്ടവരെക്കുറിച്ചും പറഞ്ഞു, കാഫറുകളെയും കുറിച്ചും പറഞ്ഞു. ഇവരെ നമ്മൾ എന്താക്കാൻ പാടില്ല? ഉറ്റമിത്രങ്ങളാക്കരുത്. കാരണം അവർ പരിഹസിക്കുന്നത് ആരെയാണ്? അതാണ്, അവർ പരിഹസിക്കുന്നത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ വത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം പറയണം. എന്നിട്ടൊരു അടയാളം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, വൈദാ നാദൈതും ഇലസ്സലാത്തി ഇത്തഖദൂഹാ ഹുസു. നിങ്ങൾ നമസ്കാരത്തിനായി വിളിച്ചാൽ അവരതിനെ തമാശയാക്കും, വിനോദമാക്കും. നമസ്കാരത്തിനായി വിളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ നിസ്കാരത്തിനായി വിളിക്കുക എന്നുള്ളത് ആകാം. അതുമല്ല, ചില സന്ദർഭം ഇപ്പം കുഫാറുകളും ജൂതന്മാരും ഒന്നാണെങ്കിൽ നമ്മൾ നമസ്കാരം നിർവഹിക്കണവരല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ? അത് നമസ്കാരത്തിൻ്റെ വിളി, അദാനെക്കുറിച്ചുമാകാം. അപ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ ഷിആറുകളാണല്ലോ. അത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഷിആറുകളെ, അടയാളങ്ങളെ ബഹുമാനിക്കണം. അദാൻ അള്ളാഹുവിൻ്റെ ഷിആറിൽ പെട്ടതാണ്. അപ്പോൾ അതിനെ കളിയാക്കുന്നവരെയൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ പലപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ലോകം നിയന്ത്രിക്കുന്നത്. നല്ല സഹോദരന്മാരെ, അല്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ കളിയാക്കുന്നവരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കളിയാക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രത്യേകമായി പരിഗണിക്കാൻ പാടില്ല. കളിയാക്കുക എന്ന് പറഞ്ഞാൽ, പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ഏർപ്പാടാണല്ലോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ സംഗതിയാണ്. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടണം. അത് ഈ 54-ാമത്തെ വചനത്തിൽ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്ന് പറഞ്ഞത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ ഇതൊക്കെ തടസ്സമാണ്. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹം, ഹുബ്ബ് യഥാർത്ഥത്തിൽ 8 തവണ ഈ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ആ സ്നേഹം അത്ര 83 തവണയാണ് ആകെ ഖുർആനിൽ ഈ ഹുബ്ബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിൽ 8 തവണ ഈ സൂറത്തിലാണ്. അത് സത്യത്തിൽ വലിയൊരു സംഗതിയാണല്ലോ. അത് അള്ളാഹുവിൻ്റെ, നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ നിഅമത്താണ്. അള്ളാഹുവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുക, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നമ്മൾ ശരിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇത്തരത്തിൽ ഈ പരിഹസിക്കുന്ന ആളുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഗൗരവമുള്ള വിഷയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ ശേഷം ജൂതന്മാരുടെ ഹസദിനെ കുറിച്ച് അള്ളാഹ് നമ്മോട് പറയാം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഖുൽ യാ അഹ്ലൽ കിതാബ്, 59-ാമത്തെ വചനം അതാണ്.
ഖുൽ യാ അഹ്ലൽ കിതാബ് ഹൽ തൻഖിമൂന മിന്നാ ഇല്ലാ അൻ ആമന്നാ ബില്ലാഹ്. നിങ്ങൾ എന്തുകൊണ്ടാണ് വേദക്കാരെ ഞങ്ങളെ പിന്നെ തൻഖിമൂന മിന്ന, ഞങ്ങളോട് നിങ്ങൾക്ക് എന്താ കുറ്റപ്പെടുത്താൻ കാരണം എന്താ? എന്താ? ഹസദ. എന്താ ഹസദ്? അസൂയാണ് ജൂതന്മാർക്ക്. എന്താ അസൂയ? ആമന്നാ ബില്ലാഹ് വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില മിൻ ഖബൽ. ഇതാണ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹുവിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിച്ചു, ഇതിന് ഖുർആന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ വിശ്വസിച്ചു. ഇതാണ്. ഇതിൽ അസൂയ പൂണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഈ തൻഖിമൂന. അതാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ കൂടെ വിശ്വസിച്ച മുസ്ലിങ്ങളെയും ഒക്കെ അവർ കുറ്റപ്പെടുത്തുന്ന കാരണം ഇതാണ്. അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഖുൽ ഹൽ ഉനബ്ബിഉക്കും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹ്. അത് പറയാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനേക്കാൾ മോശമായ പ്രതിഫലമുള്ളവരെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയണത് മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീർ എന്നാണ്. ഇതൊക്കെ ജൂതന്മാർക്ക് പറ്റിയതാണ്. അള്ളാഹു അവരെ ശപിച്ചു, അവരെ കോപ്പിച്ചു, അവരെ കുരങ്ങുകളാക്കി, പന്നികളാക്കി. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ വിട്ടതുകൊണ്ടാണ്. അപ്പം ഞങ്ങളോട് ചൂടായിട്ടോ ഞങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോയതാണ് കാരണം എന്ന് അവരോട് പറയാം. നിങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നിന്ന് വിട്ടുപോയി, അതാണ് നിങ്ങൾക്ക് ഇതിങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പ്രത്യേകമായി ഇവിടെ എടുത്തു പറയുകയാണ്. അത് പ്രത്യേകിച്ച് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഈ പുരോഹിതന്മാരോട് പ്രത്യേകം പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് പറയണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരവസ്ഥ അവർക്ക് വരരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് പിന്നെ അവർക്ക് ആ ശാപം ഉണ്ടാകാനുള്ള കാരണം അള്ളാഹു വിശദീകരിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ശാപം വന്നത് എന്ന്. ലുഅനല്ലദീന കഫറൂ മിൻ ബനി ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മർയം ദാലിക ബിമാ അസവ വകാനൂ യഅ്തദൂൻ. അതാണ്, ഇസ്രായേൽ സന്തതികളിലെ സത്യനിഷേധികൾ ദാവൂദിൻ്റെയും മറിയമിൻ്റെയും മകൻ ഈസയുടെയും ദാവൂദിൻ്റെയും അതുപോലെ മറിയമിൻ്റെ മകൻ ഈസയുടെയും നാവിലൂടെ ശപിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? അത് കാരണം ഒറ്റ കാരണം, അത് ദാലിക ബിമാ അസവ വകാനൂ യഅ്തദൂൻ, അവർ അതിര് വിട്ട് പ്രവർത്തിച്ചു, ധിക്കരിച്ചു എന്നതാണ് കാരണം എന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇവരെ വീണ്ടും അള്ളാഹു 65-ാമത്തെ വചനത്തിൽ ഇവരെ ഈ പൂർത്തീകരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ അള്ളാഹു നൽകിയ നിഅമത്തുകളോട് വഫാ കാണിക്കണം, നന്ദി കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ക്ഷണിക്കുകയാണ്. അതാണ് വലൗ അന്ന അഹ്ലൽ കിതാബി ആമനൂ വത്തഖൗ. അവരോട് നമുക്ക് അള്ളാഹുവിന് ആരോടും ദേഷ്യമല്ല. അതാണ് ഇതിൻ്റെ തെളിവ്. വേദക്കാർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലകഫർനാ അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ നാം അവർക്ക് മായ്ച്ചു കൊടുക്കും. വല അദ്ഖൽനാഹും ഫീ ജന്നാത്തിൻ നഈം, അവരെ സ്വർഗത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കും എന്ന് അവരോട് പ്രത്യേകമായി അത് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം വീണ്ടും ഈ വിഷയത്തിലെ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വീണ്ടും പോവുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസികളെ വിളിച്ചു പറയാ അയ്യുഹല്ലദീന ആമനു ലാ തുഹർരിമൂ മിൻ ത്വയ്യിബാതി മാ അഹ്ലല്ലാഹു ലക്കും. അത് ആദ്യം പറഞ്ഞ അതേ വിഷയം വീണ്ടും ആവർത്തിക്കുകയാണ്. വിശ്വാസികളോട് പറയാം, അള്ളാഹു ഹലാലാക്കിയ ത്വയ്യിബത്തുകളെയൊന്നും നിങ്ങൾ ഹറാമാക്കരുത് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. അത് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ഒരിക്കലും അതിലേക്ക് പോകരുത് എന്ന് വിചാരിച്ച. അതാണ് ലാ തുഹർരിമൂ ത്വയ്യിബാതി മാ അഹല്ലല്ലാഹു ലക്കും വലാ തഅ്തദു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു അനുവദിച്ച് തന്ന വിശിഷ്ട വസ്തുക്കളെ നമ്മൾ നിഷിദ്ധമാക്കാൻ പാടില്ല, ഹറാമാക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് കഴിക്കാതിരിക്കാം, പക്ഷെ ഹറാമാന്ന് പറയരുത്. അത് പരിധി വിടലാണ്. കാരണം അള്ളാഹുവിനത് ഇഷ്ടമല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പിന്നെ നിങ്ങൾ എന്ത് കഴിക്കണം എന്ന് പറഞ്ഞു നമ്മളോട്, വകുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബൻ. നമ്മൾ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഹലാലായിരിക്കണം, ത്വയ്യിബായിരിക്കണം, അനുവദനീയമായതും വിശിഷ്ടമായതുമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് വിശ്വാസികൾ സത്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അതാണ് 89-ാമത്തെ വചനം. ലാ യുആഖിദുക്കുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും. ബോധപൂർവമല്ലാതെ നിങ്ങളുടെ ശപഥങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല. ബോധത്തോടു കൂടി വല്ലാഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ട്
നിങ്ങൾ ആ സത്യത്തെ ലംഘിക്കാൻ പാടില്ല. എന്നാൽ ബോധപൂർവം അല്ലാതെ ചിലപ്പോൾ പറയാറുണ്ട്, വർത്തമാനത്തിൻ്റെ ഇടയിൽ പറയാം അള്ളാഹുവാണ് സത്യം എന്ന് വെറുതെ പറയാറുണ്ട്. മനസ്സിലായില്ലേ? അതല്ലാതെ നമ്മൾ ബോധപൂർവം രേഖ ഉണ്ടാക്കി ഉറപ്പിച്ചു എന്നിട്ട് വല്ലാഹി പറഞ്ഞു, അങ്ങനെയുള്ളതുണ്ട്. അതാണ് അങ്ങനത്തെ യമീനുകൾ, അങ്ങനത്തെ സത്യങ്ങൾ നിങ്ങൾ ലംഘിക്കരുത്. അങ്ങനെ ലംഘിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കഫാറത്ത് കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. ആ കഫാറത്ത് എന്താന്ന് പറഞ്ഞു? വഖഫ കഫാറത്തുഹു ഇത്ആമു അശറത്തി മസാക്കീൻ, 10 യതീമുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് അതിൻ്റെ ഒരു നിയമമാണ്. അപ്പോഴേ അങ്ങനെ ശപഥം ചെയ്തിട്ട് സത്യം ചെയ്തിട്ട് കരുതി കൂട്ടി സത്യം ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം അതാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഇനി ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഔ കിസ്വത്തും, അവർക്ക് വസ്ത്രം കൊടുത്താൽ മതി. ഔ തഹരീറു റഖബ, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിച്ചാൽ മതി. ഇനി അതിനും കഴിയില്ലെങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാം, 3 പ്രാവശ്യം നോമ്പ് നിൽക്കണം. ഇതാണ് സത്യം ലംഘിച്ചാലുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. അത് കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും എന്ന് പറഞ്ഞു. ദാലിക കഫാറത്തു ഐമാനിക്കും ഇദാ ഹലഫ്തും, നിങ്ങൾ ശപഥം ചെയ്ത് ലംഘിച്ചാലുള്ള കഫാറത്ത് അതാണ് എന്ന് പറഞ്ഞതോടുകൂടി വീണ്ടും പറയുന്നത് വഹ്ഫളൂ ഐമാനക്കും, സത്യം ചെയ്താൽ ലംഘിക്കരുത്. പരമാവധി അതെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, കാത്തു സൂക്ഷിക്കണം. അതാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞ ശേഷം വീണ്ടും യാ അയ്യുഹല്ലദീന ആമനൂ പറയും. അങ്ങനെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഈ മദ്യവുമായി ബന്ധപ്പെട്ട സംഗതി. മദ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹുക്കുമുകൾ വന്നല്ലോ. തുടങ്ങിയത് സൂറത്തുൽ ബഖറയിലായിരുന്നു, പിന്നീട് സൂറത്തുൽ നിസായിൽ വന്നു. നിസ്കരിക്കുമ്പം പിന്നെ നിങ്ങൾ ലഹരിവാദി നിസ്കരിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് അവസാനത്തെ സൂറയും ഹുക്കുമുകളെ പൂർത്തീകരിക്കുകയുമാണല്ലോ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞു. മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പുകൾ, ഇതൊക്കെ രിജിസാണ്. അതൊക്കെ പിശാചിൻ്റെ മ്ലേച്ഛമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയമുണ്ടാകൂ. ഇത് വല്ലാത്തൊരു വാക്കാണ്. നമുക്ക് ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹു. ഇപ്പം ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡ്രഗ്സും അതുപോലെയുള്ള എല്ലാ സംഗതികളും ഇതൊക്കെ ഇതിൽപ്പെട്ടു. ഇതൊക്കെ അവസാനിപ്പിക്കണം എന്ന് അവസാനത്തെ ഹുക്മ് പറഞ്ഞത് ലഅല്ലക്കും തുഫ്ലിഹൂൻ, വിജയമുണ്ടാകണമെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇതുമായിട്ട് പോയാൽ വിജയം ഉണ്ടാവില്ല. എന്നിട്ട് എന്തിനാണ് ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇന്നമാ യുരീദു ശൈത്താനു യൂഖിയ ബൈനക്കും അൽ അദാവത വൽ ബഗ്ദാ. ഇതിപ്പോൾ നമ്മളിന്ന് കാണുന്നതാണ്. എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ ഡ്രഗ്സും ഈ മയക്കുമരുന്നുകളൊക്കെ എന്തിനാ? അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ? ഇത് സത്യത്തിൽ പിശാച് നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കാനും കോപമുണ്ടാക്കാനും വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കണം. ഒരൊറ്റ ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് അവസാനിപ്പിക്കാറായില്ലേ? ഈ ചോദിച്ചോടുകൂടി നമുക്കറിയാം മദീനയിലൊക്കെ ചരിത്രം പറയുന്നത് എല്ലാ കള്ളിൻ്റെ സംഭരിച്ച് വെച്ചിരുന്ന ടാങ്കുകളൊക്കെ നശിപ്പിച്ചു, പൊളിച്ചു, ആളുകൾ മാറി. ഇത് വല്ലാത്ത ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളും എത്തേണ്ടത് എന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയും. ഇത് ഇത്രയും പറഞ്ഞ ശേഷം 94-ാമത്തെ വചനത്തിൽ വേറൊരു വിഷയം പറയണം. എന്താ വെച്ചാൽ അള്ളാഹു മനുഷ്യനെ പരിശോധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ട് അതും പറയുന്നു, വിശ്വാസികളെ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ്സൈദി തനാലുഹു ഐദീക്കും. ഭയങ്കര രസമുള്ള ഒരു സംഭവമാണ് ഇത് ഉണ്ടായൊരു സംഭവമാണ്. എന്താ പറയണത്? വിശ്വാസികളെ, നിങ്ങളുടെ കൈകൾ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന സാധനമുണ്ട്, ശൂലം, അതുകൊണ്ട് വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള ജന്തുക്കൾ മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും. അങ്ങനെ ഒരു പരീക്ഷണം മുസ്ലിങ്ങൾക്കുണ്ടായി. അത് ഈ ഹുദൈബിയ സന്ധിയുടെ സമയത്താണ് എന്നാണ് പറയുന്നത്. അത് ഭയങ്കര ഒരു പരീക്ഷണമായിരുന്നു. അതിവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അത്തരം പരീക്ഷണം വരുമ്പോൾ എന്തിനാണ് ആ പരീക്ഷണം എന്നറിയും. ആ പരീക്ഷണം എന്താണെന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് സത്യത്തിൽ അത് തോന്നുക. എന്താ വെച്ചാൽ ഈ കയ്യിൻ്റെ മുമ്പിലൊക്കെ എത്താവുന്ന രൂപത്തിൽ പല വന്യമൃഗങ്ങളും, കഴിക്കാൻ പറ്റിയ ഭക്ഷണമാക്കാൻ പറ്റിയ പല വന്യമൃഗങ്ങളും ഇങ്ങനെ വന്ന് നിൽക്കുകയെന്നേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതെന്തായിരിക്കും? ഭയങ്കര പരീക്ഷണമായിരുന്നു. സഹാബികൾക്ക് പറ്റിയ ഭയങ്കര പരീക്ഷണം. പക്ഷേ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഇഹ്റാം ചെയ്താൽ ഈ വേട്ടാടാൻ പാടില്ല.
പക്ഷെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഈ അർണബുണ്ട്, അന്ന് മരുഭൂമിയിൽ ദൃശ്യമായിരുന്ന പലതരത്തിലുള്ള ഈ മാന്, മുയൽ, ഇങ്ങനത്തെ സാധനമൊക്കെ ഇങ്ങനെ വരിക, കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടും. ആ രീതിയിലുള്ള ഒരു പരീക്ഷണം, ഭയങ്കര പരീക്ഷണമായിരുന്നു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു എന്തിനാ പരീക്ഷണം എന്നറിയോ? ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അതാണ് സുബ്ഹാനല്ലാഹ്, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അദൃശ്യമായ നിലയിൽ ആർ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് നോക്കാനായിരുന്നു. ആരും കാണൂല, പിടിക്കാം, ഭക്ഷണത്തിന് ആവശ്യമുണ്ട്, കഴിക്കാം, ഹലാല. പക്ഷെ അപ്പ ഹലാലല്ല, കാരണം അവര് ഇഹ്റാമില് പാടില്ല, അപ്പ ഹറാമല്ല. സുബ്ഹാനല്ലാഹ്, ഭയങ്കരമാണ് ഈ പരീക്ഷണം. ഈ പരീക്ഷണം എന്തിനാന്ന് പറഞ്ഞതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. സഹോദരന്മാരെ, ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഈ കാലത്ത് ഇത്. അള്ളാഹു ഇപ്പോഴും ഇങ്ങനത്തെ പരീക്ഷണം തരുന്നുണ്ട്. നമ്മുടെ മുമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരാം. ഇവർക്ക് ഈ മൃഗങ്ങളെ ഒരുക്കി കൊടുത്തതുപോലെ, വേട്ടമൃഗങ്ങളെ ഒരുക്കി കൊടുത്തതുപോലെ നമ്മളൊന്ന് ഇവരൊന്നിങ്ങനെ പിടിച്ചാൽ മതി, കിട്ടും. അതേപോലെ നമ്മളൊന്ന് കൈ ചലിപ്പിച്ചാൽ മതി, നമുക്ക് എന്ത് തോന്നിയാസത്തുക്കും പോകാം, അല്ലെ? നമ്മളെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്, എന്തും കാണാം. അതേ മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമുക്ക് എന്തും ഓപ്പൺ ചെയ്യാം, എവിടെയും പോകാം. പരീക്ഷണമാണ് അള്ളാഹ് തന്നത്. ഈ ലോകത്ത് ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തന്ന ഈ ഒരു ടെക്നോളജിയുടെ സൗകര്യമാണ്. ഈ ടെക്നോളജി നമുക്ക് എന്ത് തോന്നിയാസം ചെയ്യാലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കണമുണ്ട്. ഇതെന്തിനാ? അള്ളാഹ് പറയാ ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ടെക്നോളജികൾ മുഴുവൻ അതിനുള്ളതാ. അള്ളാഹു നമ്മളെ പരിശോധിക്കുക, ആരാണ് അള്ളാഹുവിനെ ഗൈബിയായി ഭയപ്പെടുന്നത്? അള്ളാഹു നേരെ മുമ്പിലില്ല, എല്ലാ സൗകര്യവും അള്ളാഹ് ഒരുക്കി കൊടുത്തു. ആരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ട് ആ സൗകര്യങ്ങൾ തെറ്റ് ചെയ്യാൻ ഉപയോഗിക്കാതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പരിശോധിക്കുകയാണ് അള്ളാഹു ചെയ്തത്. ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവർക്ക് മാത്രമുള്ളതല്ല, നമുക്കൊക്കെ ബാധകമാണ് ഈ പരിശോധന എന്ന് നാം മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞിട്ട് അള്ളാഹു 100-ാമത്തെ വചനത്തിൽ ഒരു ഒറിജിനൽ നിയമം പറയും. നിയമം, അടിസ്ഥാനപരമായ നിയമം, നന്മയും തിന്മയും എന്താണെന്ന് പറയാം. ഖുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്. ഇത് ശരിക്കും ശ്രദ്ധിക്കണം എല്ലാവരും, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ. പറഞ്ഞു കൊടുക്കും നബിയെ, ഖബീസും ത്വയ്യിബും ഒന്നല്ല. ആണോ? ദുഷിച്ചതും നല്ലതും സമമല്ല. അങ്ങനെയാണ്. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ദുഷിച്ചതിൻ്റെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി, ഈ കാലഘട്ടത്തിന് പറ്റിയ സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നല്ലത് കുറച്ചേ ഉള്ളൂ, ചീത്തയാണ് അധികം. നല്ല ആൾക്കാർ കുറച്ചേ ഉള്ളൂ, ചീത്ത ചെയ്യുന്ന ആൾക്കാരാണ് അധികം. നമ്മളിതിൽ പെട്ടുപോകുക. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. ഈ കസ്റത്തുൽ ഖബീസ്, ദുഷിച്ചതിൻ്റെ വർധനവ് നമ്മളെ വല്ലാതെ കൗതുകപ്പെടുത്താൻ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ കൗതുകപ്പെടുത്തിയാലും എന്താവൂല? തുല്യമാവൂല. ആണ് ആളുകൾ കുറയും നമ്മുടെ കൂടെ എന്ന് വിചാരിച്ച് നമ്മൾ സഹോദരന്മാരെ തെറ്റിലേക്ക് പോകാൻ പാടുണ്ടോ? തിന്മയിലേക്ക് പോകാൻ പാടുണ്ടോ? എന്തിനാ ആധിക്യം ആവശ്യമില്ല, കുറേ വേണ്ട. ഖബീസിന്റെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും, അത് നിങ്ങളെ കൗതുകപ്പെടുത്തും. പക്ഷെ ചെയ്യരുത്. ഫത്തഖുല്ലാഹ് എന്നിട്ട് പറഞ്ഞാൽ എന്താ അറിയോ? യാ ഉലുൽ അൽബാബ് എന്ന്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് അതാണ്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അപ്പോഴേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന്. ഒരു വല്ലാത്ത വാക്കായി ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ ഒപ്പായി എല്ലാവരും. നമുക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും. അതുകൊണ്ട് തെറ്റ് ചെയ്യാം, തിന്മ ചെയ്യാം, മോശമായ പാടില്ല. ഇത് പറഞ്ഞ ശേഷം അള്ളാഹു ഈ മുഅ്മിനുകളെ പ്രത്യേകം വിളിച്ചൊരു കാര്യം പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു. 101-ാമത്തെ ആയത്ത് അതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അഷ്യാ. നിങ്ങൾ ചില കാര്യങ്ങളെപ്പറ്റി ചോദിക്കരുത്. എന്താ കാരണം അറിയോ? ഇൻ തുബ്ദലക്കും തസുഉക്കും. നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് പ്രയാസമുണ്ട്. ചോദ്യങ്ങൾ, കസ്റത്തു സുആൽ പാടില്ല. പറഞ്ഞത് കേട്ടാൽ മതി. അള്ളാഹു ഹറാമാക്കിയതല്ലാത്തതൊക്കെ എന്താണ്? ഹലാലാണ്. ചീത്ത അല്ലാത്തതൊക്കെ, തയ്യിബാത്തുകളൊക്കെ എന്താണ്? ഹലാലാണ്. ഞാൻ ചോദിക്കല്ലേ, കൂടുതൽ ചോദിക്കല്ലേ. ചോദിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ വെളിപ്പെട്ടിട്ട് തന്നാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. വഇൻ തസ്അലു ഹീന യുനസ്സൽ ഖുർആൻ തുബ്ദലക്കും. ഇനി ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് പറഞ്ഞു തരും, വെളിപ്പെടുത്തി തരും.
പിന്നെ ഇങ്ങനെ ചോദിക്കല്ലേ, പിന്നെ ഇങ്ങനെ ചോദിക്കൊള്ളി. അഫല്ലാഹു അൻഹാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. നിങ്ങൾ മുമ്പ് ഒരുപാട് ചോദിച്ചിരുന്നു, ചോദിച്ചതൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം നിങ്ങളുടെ ചോദ്യം തന്നെ നിങ്ങൾക്ക് ഭാരമായി. അതൊക്കെ അള്ളാഹ് പുറത്തു നിന്ന്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹു ഗഫൂറുൻ ഹലീം. അള്ളാഹു അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഹലീമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ സഹനശീലനുമാണ്. അള്ളാഹു ഒരിക്കലും എടുത്തു ചാടൂല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. ചോദിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് സൂറത്ത് തക്മീലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പൂർത്തിയാവുകയാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് ചോദിക്കാൻ പാടില്ല, അവസാനിപ്പിക്കുകയാണ് നമ്മൾ എന്നർത്ഥം. ഇങ്ങനെ വന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല 106-ാമത്തെ വചനത്തിൽ, അതിന് മുമ്പ് 105-ാമത്തെ വചനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണേ. ഈ സൂറത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അനേകം തവണ വന്നു എന്നുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. 105-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അലൈക്കും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. വിശ്വാസികളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ മറ്റുള്ളവരെങ്ങനെ നോക്കിപ്പോയിട്ട് നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ട്. ലാ യദുറുക്കും മൻ ദല്ല ഇദാ ഇഹ്തദൈതും, നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ വഴിപഴച്ചവർ നിങ്ങൾക്കൊരു ദ്രോഹം വരുത്തുകയില്ല. നിങ്ങളെവിടെ നിങ്ങൾ നോക്കി, നിങ്ങളുടെ സ്റ്റാൻഡ് എന്താ? നിങ്ങൾ ഹിദായത്തിലാണെങ്കിൽ ആളുകൾ വഴിപഴച്ചു പോയി എന്നത് നിങ്ങൾക്ക് എന്താവില്ല, പ്രശ്നമാവില്ല. അതൊരു വലിയ പാഠമാണ്. മനസ്സിലായി? അയാൾ പോയില്ലേ, ഇയാൾ പോയില്ലേ, അതുകൊണ്ട് നമുക്കും പോകാനോ, അത് നമ്മൾ വിഷയമല്ല, അത് നമ്മൾക്ക് വിഷയമാകരുത്. 106-ാമത്തെ വചനം വീണ്ടും യാ അയ്യുഹല്ലദീന ആമനു വിളിക്കുക. എന്തിനാണെന്നറിയാം? അത് വലിയൊരു സംഗതി പറയാനാണ്. അതെന്താന്ന് ചോദിച്ചാൽ അത് ഒരു വസിയ്യത്തിനെ കുറിച്ച് പറയാണ്. എന്താണത്? യാ അയ്യുഹല്ലദീന ആമനു ഷഹാദത്തു ബൈനിക്കും ഇദാ ഹദറ അഹദുക്കുമുൽ മൗതു ഹീനൽ വസിയ്യത്തി ഇത്നാനി ദവാ അദ്ലിൻ മിൻകും ഔ ആഖറാനി മിൻ ഗൈരിക്കും. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ വസിയ്യത്തിൻ്റെ സമയത്ത് നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ 2 പേർ നിങ്ങൾക്കിടയിൽ സാക്ഷ്യം വഹിക്കണം. മരിക്കാൻ പോവുകയാണ്, വസിയ്യത്ത് ചെയ്യണം മരണമാസന്നമായ ആൾക്ക്. അപ്പോൾ 2 ആൾക്കാരെന്താകണം? സാക്ഷിയായിട്ട് വരണം. മനസ്സിലായാലും? ഇനി നിങ്ങൾ യാത്രയിലാണെങ്കിലോ ഇസ്നൈനി ദവാ അദ്ലിൻ മിൻകും ഔ ആഖറാനി മിൻ ഗൈരിക്കും, നിങ്ങളിൽപ്പെട്ടവരും പറ്റും, ഈ നിങ്ങളിൽ പെടാത്തവരും പറ്റും. നിങ്ങളിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മുസ്ലിങ്ങളല്ലാത്തവരും ഇതിന് പറ്റും. മനസ്സിലായില്ലേ? പ്രത്യേകിച്ചും ഒരു ഘട്ടം, അതെപ്പോഴാ? നിങ്ങൾ യാത്രയിലാണെങ്കിൽ. ഇൻ അൻതും ദറബ്തും ഫിൽ അർദി ഫഅസാബത്തുക്കും മുസീബത്തുൽ മൗത്ത്. യാത്രയിൽ മരണം വന്നു എന്ന് വെക്കുക. അപ്പൊ ആരാന്ന് നോക്കണ്ട. വസിയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 സാക്ഷികൾ, നിങ്ങളിൽപ്പെട്ടവരായാലും മതി, നിങ്ങളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാകണം എന്നില്ല അവിടുത്തെ സാക്ഷി നടത്തും. മനസ്സിലായില്ലേ? അല്ലാത്തവർക്കും അവിടെ എന്താകാം? സാക്ഷിയാകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മരണസമയത്തുള്ള വസിയ്യത്തിൽ, ആ വസിയ്യത്തിൽ സാക്ഷികൾ എന്താകണം എന്നില്ല, മുസ്ലിങ്ങളാകണമെന്നില്ല, മറ്റുള്ളവരും ആകാം എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് പ്രത്യേകമായി അള്ളാഹു ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് 106-ാമത്തെ വചനം. ഇനി നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ 109-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കരാറുകളെ ലംഘിക്കുന്ന, അള്ളാഹുമായി ഉണ്ടാക്കിയ ഉഖൂദുകളെ കാറ്റിൽ പറത്തുന്ന ആളുകളോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതാണ് 109-ാമത്തെ വചനം. യൗമ യജ്മഉല്ലാഹു റുസുൽ ഫയഖൂലു മാദാ ഉജിബ്തും. അള്ളാഹു റുസുലുകളെ ഒരുമിച്ച് കൂട്ടും, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മറുപടി കിട്ടി എന്നവരോട് ചോദിക്കുമ്പം ഖാലു, അവർ പറയും ലാ ഇൽമ ലനാ എന്ന് പറയും. അതാണ് അവരുടെ മറുപടി. ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് എന്ന് പറയും. നീയാണ് രഹസ്യങ്ങളൊക്കെ, ഗൈബുകളൊക്കെ അറിയുന്നവൻ എന്ന്. ഇതേത് വിഷയത്തിലാണ് എന്നറിയും. വിവരം കിട്ടി എന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വിവരമാണ് കിട്ടിയത് എന്ന് ചോദിക്കുന്നത് ഏത് വിഷയത്തിലാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവുമായുള്ള കരാറുകൾ ലംഘിച്ചവരെ കുറിച്ചാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരോടാ ചോദിക്കണത്? ഈ കരാറുകൾ പൂർത്തിയാക്കാനും പൂർത്തീകരിക്കാനും വേണ്ടി നമുക്കിടയിൽ സാക്ഷികളായും നമുക്ക് മാർഗദർശികളായും വന്ന പ്രവാചകന്മാരോടാണ് ചോദിക്കുന്നത്. അവരാണല്ലോ ഈ മീസാക്കുകൾ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവരോട് ചോദിക്കുന്നത്. പക്ഷെ അവരും
ഒഴിഞ്ഞു മാറും. പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസ ഇബ്നു മറിയമിന് അള്ളാഹു നൽകിയ പ്രത്യേകമായ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ്. അതാണ് 110-ാമത്തെ വചനം. ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം ഉദ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക്. ഈസയോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് ഓർമ്മിപ്പിക്കുക മാത്രമാണ്. പിന്നെ ഈ മറിയമിൻ്റെ മകനായ ഈസ തൊട്ടിലിൽ വെച്ചും അതുപോലെ തന്നെ ഈ മഹദ്, അതുപോലെ കഹിലും എന്ന് പറഞ്ഞാൽ മധ്യവയസ്കനായിരിക്കെയും നീ ജനങ്ങളോട് സംസാരിക്കവേ പറഞ്ഞില്ലേ എന്ത് പിന്നെ എന്താണ് അംഗീകരിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞില്ലേ? അത് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിടെ. എന്നിട്ട് ഈസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഒരുപാട് മുഅ്ജിസത്തുകളെ, ഒരുപാട് സംഗതികൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് തഖ്ലുഖു മിന അത്തീനി കഹൈഅത്തി തൈരി ബിഇദ്നി ഫതൻഫുഖു ഫീഹാ ഫതകൂനു തൈറൻ ബിഇദ്നി. വലിയൊരു സംഗതിയായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം കളിമണ്ണ് കൊണ്ട് നീ പക്ഷിയുടെ മാതൃകയിൽ രൂപമുണ്ടാക്കി, എന്നിട്ട് അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് പക്ഷിയായി തീർന്നു. അത് അള്ളാഹു ഇങ്ങനെ ഓർമ്മിപ്പിക്കണം. ഇതൊക്കെ ചെയ്തില്ലേ? അതുപോലെ തന്നെ വതുബരി ഉൽ അക്മഹ വൽ അബ്രസ ബിഇദ്നി, എൻ്റെ അനുമതി പ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും നീ സുഖപ്പെടുത്തിയില്ലേ? ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓർമ്മിപ്പിക്കും. വഇദ് കഫഫ്തു ബനി ഇസ്രാഈല അൻക ഇദ് ജിഅ്തഹും ബിൽ ബയ്യിനാതി ഫഖാല അല്ലദീന കഫറൂ മിൻഹും ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഇതൊക്കെ ചെയ്തിട്ട് ഈ ഇസ്രായേൽ സന്തതികളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുമായി ചെന്നപ്പം അവരിൽപ്പെട്ട സത്യനിഷേധികൾ എന്താ പറഞ്ഞത്? നിന്നെക്കുറിച്ച് ഇവൻ മാരണം കാണിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത്, ഇത് സിഹറാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നീ ഓർക്കുന്നില്ലേ നിങ്ങൾ ആ സംഭവം എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹി ഇസ്ലാമിന് നൽകിയ വലിയ ഒരു മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഇതിലെ അവസാനത്തെ വിഷയം. മാഇദ എന്ന് പേര് കിട്ടാനുള്ള വിഷയം നമ്മൾ പറഞ്ഞല്ലോ. അത് പറഞ്ഞപ്പോൾ നമ്മളത് വിശദീകരിച്ചിരുന്നു. അതെന്താണ്? അതാണ് 112-ാമത്തെ വചനം മുതൽ പറയുന്നത്. ഹവാരികൾ ഉണ്ടായിരുന്നു ഈസാ നബിക്ക്. ഇത് ഖാലൽ ഹവാരിയൂന യാ ഈസ ഇബ്നു മറിയം. ഹവാരികൾ ഈസാ നബിയോട് ചോദിച്ചു. പിന്നെ ജൂതന്മാർ അദ്ദേഹത്തെ സാഹിറാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി തമാശയാക്കി വിട്ടു. അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരാണ് ഹവാരികൾ എന്ന് പറഞ്ഞു. അവർ തന്നെയും ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് ഈസ ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദത്തൻ മിനസ് സമാ. അത് വല്ലാത്തൊരു ചോദ്യമാണ്, വളരെ മോശമായ ഒരു ചോദ്യം. ഞങ്ങൾക്ക് ഒരു ഭക്ഷണത്തളിക ഇറക്കി തരുവാൻ നിന്റെ റബ്ബിനോട് നിനക്ക് പറയാൻ സാധിക്കുമോ? ഒന്ന് പറയൂ എന്നാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കണത് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും മനസ്സിലായി? നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. മാതിരി ചോദ്യമൊക്കെ ചോദിക്കണോ എന്ന്. അപ്പോൾ അവർ മറുപടി പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകാനും താങ്കൾ ഞങ്ങളോട് പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുവാനും ഞങ്ങൾ അതിന് ദൃക്സാക്ഷികളായി തീരുവാനുമാണ്. എങ്ങനെ പറയണം എന്തിനാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടത് എന്ന്. അപ്പോൾ അള്ളാഹുവിനോട് ഈസാ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആമുഖമായി ആ പ്രാർത്ഥന പറഞ്ഞിരുന്നല്ലോ. അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിന. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. ഭക്ഷണത്തളിക ഇറക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, അവസാനത്തിലുള്ളവനും ഒരു പെരുന്നാളും. അതാണ് ആദ്യത്തിലുള്ളവനും അവസാനത്തിലുള്ളവനും ഒരു ഈദാകാൻ, പെരുന്നാളാകാൻ, ആഘോഷം എന്നല്ല വെച്ചാൽ നന്നായി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ചാൻസ്, ഒരവസരത്തിൽ, എപ്പോഴുമല്ല ഒരവസരത്തിലാണ് അത്. മാത്രമല്ല അതൊരായത്തുമായിരിക്കും. അങ്ങനെ ഇവരൊക്കെ വിശ്വസിക്കും എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ഇറക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കഠിനമായി ശിക്ഷിക്കും. അതാണ് 115-ാമത്തെ വചനം. ആ വചനത്തോടു കൂടി ഈ സംഭവം അവസാനിക്കുകയാണ്. അപ്പോൾ എന്നിട്ടും അവരെന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് കഠിനമായ ശിക്ഷ കിട്ടി എന്നാണ്. ഇത് അള്ളാഹു ഒരു വിചാരണ നടത്തുന്നുണ്ട് 116-ാമത്തെ വചനത്തിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഈസാ നബിയുമായി നടത്തുന്ന ഒരു വർത്തമാനമാണ്. വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്നു മറിയം അഅൻത ഖുൽത ലിന്നാസി ഇത്തഖുദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. ഇത് നമ്മളൊന്ന് ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വാക്കാണ്. അള്ളാഹു ചോദിക്കാണ്, ഈ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കാം. ഇവിടുന്ന് ഖിയാമത്ത് നാളിൽ നടത്തുന്ന വിചാരണയാണ്. അപ്പം ഈസാ നബി പറയുന്നുണ്ട്, സുബ്ഹാനക് മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി
ബിഹഖ്. പടച്ചവനെ, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് പറയാൻ ഒരു അവകാശവും ഇല്ലാത്തത് ഞാൻ പറയൂ. എന്നിട്ട് പറയും ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അറിഞ്ഞിരിക്കുമല്ലോ. അള്ളാഹ്ക്കറിയാ പറഞ്ഞിട്ടില്ല, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിപ്പിക്കുകയാണ്. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. നിനക്കറിയില്ലേ, ഞാൻ പറഞ്ഞു. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ അല്ലാമുൽ ഗുയൂബ് അല്ലേ, നീ എന്ത് ചോദ്യം ചോദിക്കണമെന്ന് റബ്ബിനോട് ഈസാ നബി തിരിച്ചു ചോദിക്കുക. മാത്രമല്ല വീണ്ടും അദ്ദേഹം പറയാം, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി, നീ എന്നോട് കൽപ്പിച്ച കാര്യമല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതെന്താ? അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുക്കും, അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും. നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അതിന് സാക്ഷിയായിരുന്നു. ഞാൻ അതേ അവരോട് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അവരോട് അതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളപ്പോൾ അവർക്കറിയാമത്. പിന്നെ ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, പിന്നെ റബ്ബേ നീ എന്നെ പൂർണ്ണമായി നിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോൾ നീ തന്നെ ആയിരുന്നല്ലോ അവരെ നിരീക്ഷിച്ചിരുന്നത്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ എന്ന് പറയാണ്. എന്ന് ഈസാ അലൈഹിസ്സലാം മറുപടി പറയാണ്. ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഈ അവസാനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം അള്ളാഹു എന്തിനാ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അതൊരു കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഈ ഉഖൂദുകളുടെ കൂട്ടത്തിൽ, അള്ളാഹുമായുള്ള കരാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് തൗഹീദാണ്. തൗഹീദാണ്. ഇവര് ഈ ക്രിസ്ത്യാനികൾ ശിർക്ക് ചെയ്തു. അതാണ്, ക്രിസ്ത്യാനികൾ ശിർക്ക് ചെയ്തു. അത് ഈ സൂറത്തിലെ 72ഉം 73ഉം വചനത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയം അല്ലാഹുവാണ് എന്ന് പറഞ്ഞവര് കാഫിറുകളാണ്, കാഫിറുകളാണ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വഖാലൽ മസീഹ്, മസീഹ് എന്തേ പറഞ്ഞിട്ടുള്ളൂ? യാ ബനി ഇസ്രായീൽ ഇബ്ദുല്ലാഹ റബ്ബീ വറബ്ബക്കും. അതാണ് മസീഹ് പറഞ്ഞത്. ഈസാ നബി അതേ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെയും നിങ്ങളുടെയും റബ്ബിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ഇതൊക്കെ പറഞ്ഞത് ആരാ? ഈസാ നബിയാ. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാണ്, അവന് പോകാനുള്ളത് നരകത്തിലേക്കാണ്. കഫറ എന്നാ പറഞ്ഞത്. വീണ്ടും പറഞ്ഞു 73ാമത്തെ വചനം, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ത്രിയേകത്വം പറഞ്ഞവരും കാഫിറുകളാ. ത്രിത്വം പറഞ്ഞവര്, ത്രിയേകത്വം, ത്രിത്വം പറഞ്ഞവരും കാഫിറാ. അള്ളാഹു എന്ന് പറഞ്ഞാൽ സാലിസു സലാസ, മൂന്നിലൊന്നാണ്. ഒന്നുകിൽ പിന്നെ യേശുവാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ പരിശുദ്ധാത്മാവാണ്, മൂന്ന് പറഞ്ഞല്ലോ. ത്രിത്വം കാഫറ. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹും വാഹിദ്. മൂന്നെണ്ണം കൂടി ഒരു ദൈവം ഉണ്ടാവില്ല. ഈ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ പറഞ്ഞു, ശക്തമായി പറഞ്ഞു. അത് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ 116ാമത്തെ വചനത്തിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു, അല്ലാഹുവേ ഞാനത് പറയോ, ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കറിയുമായിരുന്നില്ല. ഈസാ നബി പറഞ്ഞില്ല. ഈസാ നബി പറയാത്തതാണ് ഈ ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തിയത്, ക്രിസ്ത്യാനികൾ ആരോപിച്ചത്. അതുകൊണ്ട് കഫറ എന്ന പദമാണ് അവസാനം സൂറത്തുൽ മാഇദയിൽ പ്രയോഗിച്ചത്. ശരിക്കും മനസ്സിലായിക്കോളി, പ്രത്യേകിച്ച് ശരിക്കും ശ്രദ്ധിച്ചോളി. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കല്യാണം കേൾക്കാൻ പോണ ആൾക്കാരുണ്ട്, ശരിക്കും ശ്രദ്ധിച്ചോ. ഇത് അവസാനത്തെ വചനമാണ്, അവസാനത്തെ സൂറയാണ്, അവസാനത്തെ ഹുക്കമാണ്. കഫറ പറഞ്ഞു. കഫറ എന്താ കാരണം? ഇത് കുഫ്ര, ഇത് സാധാരണ അഹ്ലു കിതാബല്ല, ഇത് കുഫറാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കണം. അള്ളാഹു അവസാനിപ്പിക്കുന്നത് സുബ്ഹാനല്ലാഹ് അത്ഭുതമായ ഒരു വചനത്തോടു കൂടിയാണ്. ഭയങ്കര, അത് ശ്രദ്ധിച്ചോളി. 119ാമത്തെ വചനം, ഖാലല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും. ഈസാ നബിനെ ഖിയാമത്ത് നാളിൽ ഇട്ടാണല്ലോ ഈ വിചാരണ നടത്തുന്നത്. അവിടെ വെച്ചാ വിചാരണ നടത്തുന്നത്. ആ വിചാരണ നടത്തുമ്പോൾ ഈസാ നബി അവസാനം പറയുന്നു 118ാമത്തെ വചനം. അപ്പോഴും ഈസാ നബിന്റെ ആ കൃപകൾ കണ്ടോ, ഇൻ തുഅസിബ്ഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാണ്. വഇൻ തഗ്ഫിർ ലഹും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ,
പുറത്തു കൊടുക്ക്. ഫഇന്നക അൻതൽ അസീസുൽ ഹക്കീം, നീ അസീസാണ്, പ്രതാപിയാണ്, ഹക്കീമാണ്, യുക്തിമാനാണ്. ആഗ്രഹിക്കുന്നത് അപ്പോഴും അവർക്ക് പുറത്ത് കിട്ടണമെന്നാണ്. അതാണ് നോക്കി നിങ്ങൾ എന്തുമാത്രം ശല്യം ചെയ്തതാ ഈസാ നബിയെയും പിന്നെ യഥാർത്ഥത്തിൽ തൗഹീദിൽ വിശ്വസിച്ചവരൊക്കെ. എന്നിട്ടും അവിടെ അതാണ്. എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്നതാണ് ഖാല അല്ലാഹു ഹാദാ യൗമു യൻഫഉ സ്സാദിഖീന സിദ്ഖുഹും, ഇത് സത്യവാന്മാർക്ക് തങ്ങളുടെ സത്യസന്ധത പ്രയോജനപ്പെടുന്ന ദിവസമാണ്. ആ ദിവസം പറയാം ഈസാ നബി പറഞ്ഞതാണ് സത്യം. അവർക്ക് ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അപ്പൊ ഈ സൂറയിലും മറ്റുള്ള ഖുർആനിലെ മറ്റു സൂറകളിലും ഒക്കെ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹുക്മുകളെ, അള്ളാഹുവിൻ്റെ വിധികളെ, അള്ളാഹുവിൻ്റെ കരാറുകളെ, അള്ളാഹുമായി ഉണ്ടാക്കിയ നിയമങ്ങൾ, ഇതൊക്കെ സത്യസന്ധപ്പെടുത്തി ജീവിച്ചവർക്ക് എന്താ ഉള്ളത്? അവർക്ക് സ്വർഗമുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പോരെ, സ്വർഗവും കിട്ടും, അള്ളാഹുവിൻ്റെ തൃപ്തിയും കിട്ടും. ദാലിക്കൽ ഫൗസുൽ അലീം, ദാലിക്കൽ ഫൗസുൽ അലീം. അതാണ് വലിയ വിജയം. നമുക്ക് കിട്ടേണ്ട വിജയം അതാണ് സഹോദരന്മാരെ. അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഖുർആനിലേക്ക് വരുന്നത്. എന്നിട്ട് അവസാനത്തെ വചനം ഭയങ്കരമാണ്. അതാണ് ഞാൻ പറഞ്ഞല്ലോ, യാ കൊണ്ട് ആരംഭിച്ചു റാ കൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ അവസാനത്തെ വാചകം? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വഹുവ അലാ വമാ ഫീഹിന്ന വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളതിൻ്റെയും മുൽക്ക്, ആധിപത്യം അല്ലാഹുവിനത്രേ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യത്തെ വചനം അവസാനിച്ചത് ഇന്നല്ലാഹ യഹ്കുമു മാ യുരീദ് എന്ന് പറഞ്ഞിട്ടാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിധി നടത്തും, നിയമം നടപ്പാക്കും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി വമാ ഫീഹിൻ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അള്ളാഹു വിധി നടത്തും? ആകാശഭൂമികളുടെയും അതിലിടയിലുള്ളതിൻ്റെയും ഒക്കെ ആധിപത്യം അള്ളാഹുവിനാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നർത്ഥം. സഹോദരന്മാരെ, ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. ഈ സൂറത്തോടു കൂടി സഹോദരങ്ങളെ ഈ തിവാലായ ദീർഘമായ സൂറത്തുകളിലുള്ള മദനീയ ഭാഗം അവസാനിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ സൂറകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വല്ലാത്തൊരു മനോഹരമായ ഒരു സിസ്റ്റമാണ് ഇതിൽ വന്നത്. ശ്രദ്ധിച്ചോ നോക്കി. സൂറത്തുൽ ബഖറ മദീനയാണ്, നമ്മൾ മദനിയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ വന്നത് എന്താ? അതിൽ ശറഈയായ ചില അഹ്കാമുകൾ പറഞ്ഞു. അതോടൊപ്പം അള്ളാഹുവിന് കീഴ്പ്പെട്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കാൻ പ്രേരിപ്പിച്ചു. അതായത് സൂറത്തുൽ ബഖറ. സൂറത്ത് ആലു ഇമ്രാനോ? ആലു ഇമ്രാൻ നമുക്ക് ചില കഥകൾ പറഞ്ഞു തന്നിട്ട് ഇസ്ലാമിൽ നമ്മൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ, സ്ഥിരത കിട്ടാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു, അല്ലേ? ശുബ്ഹത്തുകൾ ജനങ്ങൾ ഉണ്ടാക്കാൻ, ഈ അവിശ്വാസികൾ ഉണ്ടാക്കുന്ന പലതരം ശുബ്ഹത്തുകൾക്ക് മറുപടി പറഞ്ഞു തന്നു. അതായിരുന്നു ആലു ഇമ്രാൻ. നിസായിലേക്ക് വന്നപ്പോഴോ, നിസാ മുഴുവൻ അതിലായിരുന്നു, നീതിയും കാരുണ്യവും. പ്രത്യേകിച്ച് സമൂഹത്തിലെ ഏറ്റവും ദുർബലന്മാരായ ആളുകളോട്, രണ്ട് വിഭാഗം സ്ത്രീകളോടും അതുപോലെ യതീമുകളോടുമുള്ള. സൂറത്ത് മാഇദയിലേക്ക് വന്നപ്പോഴോ ശരീഅത്ത് പൂർണ്ണമാണ്. ഇനി നമുക്ക് എന്താ ബാധ്യത? നോക്കൂ, ഇത് ഭയങ്കരമായ ഇതിൻ്റെ ക്രോഡീകരണം ഭയങ്കര. എന്തുകൊണ്ട് 2, 3, 4, 5 ഇതായി? എന്തുകൊണ്ട് 2 ബഖറ, 3 ആൽ ഇമ്രാൻ, 4 നിസാ, 5 എന്തുകൊണ്ടായി? നിങ്ങൾക്ക് മനസ്സിലായോ? ഭയങ്കരമാണ്. വളരെ ഗ്രാജുവലി ആയാണ് അള്ളാഹു തആല വിശ്വാസിയെ കൊണ്ടുവരുന്നത്. എന്തിലേക്ക്? വഫായിലേക്ക്. ഒരിക്കലും അള്ളാഹുവിൻ്റെ കരാർ അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഇതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹുവിൻ്റെ ശരീഅത്ത് പൂർത്തിയായി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പിൻപറ്റണം. യാ അയ്യുഹല്ലദീന ആമനൂ ഔഫു ബിൽ ഉഖൂദ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും അവസാനം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറ അവസാനിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങൾ സഹോദരന്മാരെ എവിടെ എത്തിയിട്ടില്ല. ഈ സൂറൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പം എനിക്ക് ബോധ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. ഭയങ്കര അത്ഭുതമാണ് ഈ സൂറ, ഭയങ്കരമാണ്. തീർന്നിട്ടേ ഇല്ല. ഇതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് ആകട്ടെ. ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.